ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് തിയേറ്ററിലോട്ടെത്തിയ ആലപ്പുഴ ജിംഖാന, മരണമാസം, ബസൂക്ക, എമ്പുരാൻ, ഗുഡ് ബാഡ് അങ്കിൾ തുടങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ തമിഴ് ചിത്രങ്ങളുടെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തമിഴിന്റെ സ്വന്തം തല കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അങ്കിൾ എന്ന് പറയുന്ന സിനിമ. ആദിക് രവിചന്ദ്രൻ അണിയിച്ചിരിക്കുന്ന ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തന്നെ ഭേദിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 7ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5,25,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇന്നലെ ഏകദേശം 7 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ പുറത്തു വരുന്ന ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഏകദേശം 134 കോടി രൂപയും, ഓവർസീസിൽ നടി ചിത്രം 55 കോടി രൂപ ആദ്യ 7 ദിവസം കൊണ്ട് സ്വന്തമാക്കി. അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നടി ചിത്രം 189 കോടി സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വീക്കെൻഡ് 200 കോടി കടക്കും. എന്തൊക്കെയാണ് അജിത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഉയർന്ന വിജയമായിട്ട് ഗുഡ് ബാഡ് അങ്കിൾ മാറുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മരണമാസം എന്ന് പറയുന്ന ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രം. 2ാം ഭാഗത്തിലോട്ട് കടന്ന ചിത്രം മികച്ച വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ബേസിൽ ജോസഫ്, അനീഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ശിവപ്രസാദ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മരണമാസം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 1,03,00,000 രൂപയോളം സ്വന്തമാക്കി. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന്റെ ചിത്രം ഏകദേശം 1.5 കോടിക്കടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 11,74,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1 കോടി പിന്നിടുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു നസ്ലിം കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. 2ാം വാരത്തിലോട്ട് കടന്ന ചിത്രം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 2,31,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 3 കോടിക്ക് അടുത്തുള്ള ഒരു തുക ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം 21,80,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓവർസീസിൽ നിന്നിട്ട് ആദ്യ 7 ദിവസം കൊണ്ട് ചിത്രം 13 കോടി സ്വന്തമാക്കി. അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ചിത്രം ഏകദേശം 34,80,00,000 രൂപയാണ് ആദ്യ 7 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിലും വിജയം ആവർത്തിക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ. മികച്ച ചിത്രമായിട്ട് മാറിയ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമൊക്കെ നവാഗതനായ ഡിനോ ഡെന്നിസ് ആയിരുന്നു ഈ സിനിമ അണിയിച്ചിരിക്കിയിട്ടുണ്ടായത്. 7ാം ദിനമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 45 ലക്ഷത്തിനടുത്തുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയത്തിലോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ മികച്ച ഒരു കളക്ഷൻ ചിത്രത്തിന് വീക്കെൻഡിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസം കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്. ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രം ഏകദേശം 12,95,00,000 രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് ചിത്രം 9,30,00,000 രൂപ സ്വന്തമാക്കി. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 22,25,00,000 രൂപ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 8ാം ദിനമായിട്ടുള്ള ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം 40 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതൊക്കെയാണ് അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ കുറയോ കൂടുമെന്ന് കണ്ടുതന്നെയറിയാം. അപ്പോൾ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തേക്ക് ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വിഷുവിന് മുമ്പേ തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ലാലേട്ട കേന്ദ്ര കഥാപാത്രത്തെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് 4ാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 21 ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 22 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പടമാരി ചിത്രങ്ങളുടെ ലിസ്റ്റിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് എന്ന ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 21 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 123,39,00,000 രൂപ സ്വന്തമാക്കി. ചിത്രം ഓവർസീസിൽ നിന്നായിട്ട് 142,05,00,000 രൂപയോളം സ്വന്തമാക്കി. അങ്ങനെ ചിത്രത്തിന്റെ ഇതിനുള്ള ഫൈനൽ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 265,44,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. കണ്ടുതന്നെ അറിയാം ചിത്രത്തിന് 300 കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ നേടാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി. അപ്പം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.